അപ്പൊ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് റെസ്ട്രിക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് സ്കെയിലേഴ്സ് ആണ്. അതില് റെസ്ട്രിക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ അല്ല, അതിൽ കോൺട്രാക്റ്റഡ് ഐഡിയൽസും എക്സ്റ്റെൻഡഡ് ഐഡിയൽസും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ എന്തായാലും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞ ഹോം ഓഫീസ് ഉണ്ടാവണം. ആ മൊഡ്യൂൾ ഹോം ഓഫീസ് ഉണ്ടാവണം. ആ ഹോം ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്റ്റെൻഡഡ് ഐഡിയൽസും, മൊഡ്യൂൾ ഹോം ഓഫീസ് അല്ല, റിംഗ് ഹോം ഓഫീസ്, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്റ്റെൻഡഡ് ഐഡിയയിലും കോൺട്രാക്റ്റഡ് ഐഡിയയിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും റെസ്ട്രിക്ഷനും എക്സ്റ്റൻഷനും പറയുമ്പോൾ നമുക്കൊരു ഹോം ഓഫീസും വേണം. അപ്പൊ അതിന് ആദ്യം തന്നെ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്ന ഒരു ഹോം ഓഫീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എയും ബിയും റിങ്സ് ആണ്. എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞ ഒരു ഹോം ഓഫീസ് എടുത്ത് എ ആൻഡ് ബി ആർ റിങ്സ്. ലെറ്റ് n be a b module, then n has an a module structure defined as follows. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഫ്രം എ ടു ബി ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അതായത് എഫ് ഓഫ് എയിലെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഒരു ബി കിട്ടും നമുക്ക്. ആ ബി എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, ബിയിലെ എലമെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തെ നിന്നിട്ടാ n ഒരു ബി മൊഡ്യൂളാണ്. അതായത് n എന്ന് പറയുന്നത് ഏതിന്റെ ഉള്ളിൽ കിടക്കണതാ, ബിയുടെ ഉള്ളിൽ കിടക്കണ ഒരു മൊഡ്യൂളാണ് ഏത്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ബിയിലൊരു എലമെന്റ് b1ഉം എന്നിലൊരു എലമെന്റ് n1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എവിടെ ഉണ്ടാവും, എന്നിലുണ്ടാവും. അപ്പൊ അതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു n മൊഡ്യൂള്, n എന്ന് പറയുന്ന ഒരു ബി മൊഡ്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതാ, നമുക്കറിയാം n സബ്സെറ്റ് ഓഫ് ബി ആണ്. പക്ഷെ നമുക്ക് ഈ എന്നിനെ ഏത് മൊഡ്യൂളായിട്ട് കാണാൻ പറ്റുന്നതിൽ പറയണേ, ഒരു എ മൊഡ്യൂളായിട്ട് കാണാൻ പറ്റും. അതെങ്ങനെയായിരിക്കും എന്നിൽ എ മൊഡ്യൂളായിട്ട് കാണാം? അതായത് n ആസ് ആൻ എ മൊഡ്യൂൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലി അത്രയും കണക്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ n ആസ് ആൻ എ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിലെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കമ്മിറ്റ് അബീലിയൻ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് അഡീഷൻ ആയിരിക്കും. അത് നമുക്കറിയാം. അതായത് എപ്പോഴും മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അബീലിയൻ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് അഡീഷൻ, പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യണതിലാണ് കാര്യം. നമുക്ക് എൻ എസ് ആൻഡ് ബി മൊഡ്യൂളിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നിലെ ഒരു എലമെന്റും റിംഗ് ബിയിലെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ എവിടെ ഉണ്ടാവും, എന്നിലുണ്ടാവും. അപ്പൊ നമുക്ക് ബിയിലെ എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്നിലുണ്ടെന്ന് അറിയുള്ളൂ. പക്ഷെ എയിലെ എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്നിലുണ്ടാവണമെന്നുണ്ടാവും. അപ്പൊ നമ്മ എയിലെ ഒരു എലമെന്റ് എടുത്തു, സ്മോൾ എ. അപ്പൊ എ ഇൻറ്റു എന്നിലെ ഒരു എലമെന്റ് വെറുതെ സ്മോൾ എൻ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. ഇനി എ ഇൻറ്റു എൻ എയിലുണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല, ഒരിക്കലും നിർബന്ധമില്ല. അപ്പൊ എയിലൊരു എലമെന്റ് എ ഇൻറ്റു എൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവണമെന്നില്ല, എന്നിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് എന്തറിയാം, എക്ക് ഒരു ഇമേജ് എവിടെ ഉണ്ടാവും. അതായത് എ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എ ആണ്, ബി എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ബിയിലാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ അല്ല, എഫ് ഓഫ് എ ബി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാണ്. അതായത് എഫ് ഓഫ് എയുടെ ഇമേജ് ആണ് ബി. അപ്പൊ ഈ ബി എന്ന് പറയുന്നത് എവിടെ എടുക്കും, ബി. അപ്പൊ ബി ഇൻറ്റു എൻ ചെയ്ത് എവിടെ ഉണ്ടാവും, എന്നിലുണ്ടാവും. അതുകൊണ്ട് നമ്മ എ ഇൻറ്റു എന്നിലൊരു എലമെന്റ് അത് നമ്മ എങ്ങനെ ഡിഫൈൻ ചെയ്തു, എഫ് ഓഫ് എ ഇൻറ്റു എന്നിലൊരു എലമെന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എന്ന് പറയുന്നത് ബിയിലെ എലമെന്റ്, ബിയിലെ എലമെന്റ് എന്നിലെ എലമെന്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ ഉണ്ടാവും, എന്നിലുണ്ടാവും. കാരണം എൻ ബി മൊഡ്യൂളാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ നമുക്ക് ഹോമോമോർഫിസം എ ടു ബി ഉണ്ട്, ബിയിലൊരു മൊഡ്യൂള് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. എന്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി, അവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഇത് സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, അത് മനസ്സിലായി. അതിന്റെ പ്രൊപ്പോസൽ 2.16. Suppose n is finally generated as a B module and B is finally generated as an A module, then n is finally generated as a module. അതായത് ഇത് എങ്ങനെ കിടക്കണേ, n B module ഫൈനലി ജനറേറ്റഡ് ആണ്, B A module. അതായത് n B module ആണ്, B A module ആണ്. അങ്ങനെ n A module ആയിരിക്കുമോ, അതാണ് ചോദ്യം. ഫൈനലി ജനറേറ്റഡ്, ഇതൊക്കെ ഫൈനലി ജനറേറ്റഡ്. അതായത് n ഫൈനലി ജനറേറ്റഡ് ബി മൊഡ്യൂൾ, ബി ഫൈനലി ജനറേറ്റഡ് എ മൊഡ്യൂൾ. അങ്ങനെയാണെങ്കിൽ n ഫൈനലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആവോന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാം അത് എ മൊഡ്യൂൾ ആയിരിക്കും, അത് ഫൈനലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആയിരിക്കും. അത് ട്രാൻസിറ്റിവിറ്റി വന്നാണ് വന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം,
ഇതിൽ ആദ്യം y1 y2, അതായത് n ഫൈനലി ജനറേറ്റഡ് ബി മൊഡ്യൂൾ ആയതുകൊണ്ട് n ഈസ് ജനറേറ്റഡ് ബൈ y1 y2 എക്സെട്ര yn ആൻഡ് b ഈസ് ഫൈനലി ജനറേറ്റഡ് as a മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b ഈസ് ജനറേറ്റഡ് ബൈ സം b1 b2 എക്സെട്ര bm. അപ്പൊ പക്ഷെ ഇവിടെ ഒരു കേസ് ഉണ്ട്, അതായത് n ഓവർ ബി പറയുമ്പോ ഈ എലമെന്റ്സ് y1 y2 വെച്ചിട്ട് y എന്ന് പറയണെങ്കിലും അവിടുത്തെ സ്കെയിലർ മൾട്ടിപ്പിൾസ് എഴുതിയിരുന്നായിരിക്കണം, അല്ല സ്കെയിലേഴ്സ് എഴുതുന്നതായിരിക്കണം വരുന്നത് b എന്നായിരിക്കണം. അതുപോലെ b1 b2 വെച്ചിട്ട് bm എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ സ്കെയിലേഴ്സ് പറഞ്ഞ എവിടെ നിന്നായിരിക്കണം, a എന്നായിരിക്കണം. നമ്മൾ ഒരു x ബിലോങ്സ് ടു n എടുത്തു. n എന്ന് പറയുന്നത് ഈസ് ഫൈനലി ജനറേറ്റഡ് ബൈ ആസ് എൻ ബി മൊഡ്യൂൾ ആയതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എന്നിലെ ഏത് എലമെന്റ് എടുത്താലും x ഈക്വൽ ടു ആൽഫ ഐ വൈ ഐ വേറെ ആൽഫ ഐ എവിടെ നിന്നായിരിക്കണം, n is finally generated as a b module അതിന്റെ ആൽഫ എവിടെ നിന്ന് വേണം, b എന്ന് വേണം. അപ്പൊ കറക്റ്റ്. അങ്ങനെയാണ് നമുക്ക് അതിൽ ഓരോ ആൽഫൈനെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ. ഓക്കെ, ഇതിൽ ഈ ആൽഫൈകൾ എവിടെ നിന്നായിരുന്നു, ബി എന്നാണ്. അപ്പൊ ബി ഈസ് ഫൈനലി ജനറേറ്റഡ് ആസ് എ മൊഡ്യൂൾ ആണ്. അതുകൊണ്ട് ഇതിൽ ഓരോ ആൽഫൈകളെയും നമ്മൾ എടുത്തു. ഇത് ശരിക്കും എങ്ങനെ നടക്കണേ, ആൽഫ 1 y1 ആൽഫ 2 y2 എക്സിട്ര ആൽഫ n yn നടക്കണേ. അതിൽ ഒരു ആൽഫ 1 എടുത്തു കഴിഞ്ഞാൽ അത് ബിയിലെ എലമെന്റ് അല്ലേ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഏല എലമെന്റ്സിന്റെ സ്കെയിലർ പിന്നെ b1 b2 എക്സിട്ര b ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. കാരണം ബി ഈസ് ഫൈനലി ജനറേറ്റഡ് ആസ് എ മൊഡ്യൂൾ. അതുകൊണ്ട് ആൽഫ അതിനെ എങ്ങനെ എഴുതാം, സമ്മേഷൻ ഐ ഈക്വൽ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു, കാരണം രണ്ടും സെയിം ഇൻഡെക്സ് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to m ഐ ജെ ബി ജെ. എം വരാൻ കാരണം ഇത് ജനറേറ്റേഴ്സ് b1 b2 എക്സിട്ര ബി എം ആയി തരണ്ട കേട്ടോ. അപ്പൊ x ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫയ്ക്ക് പകരം ഈ മുകളിൽ കിടക്കുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും, ഇങ്ങനെ വരും. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഇതിനെ മാറ്റി എഴുതുന്നത് എങ്ങനെയാ, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to m. ഇത് ഫസ്റ്റ് വരും, അതായത് ഐ ജെ ബി ജെ വൈ ജെ, അങ്ങനെയാണ് ഇത് വരിക. സോറി, ഐ ജെ ബി ജെ വൈ ഐ, അങ്ങനെയാണ് ഇത് വരിക. ഇത് മാറ്റി എഴുതുമ്പോൾ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് ഒരു മെട്രിക്സ് രീതിയിൽ, അതായത് ഇത് എങ്ങനത്തെ മെട്രിക്സ് ആയിട്ട് വരിക, ഇതൊരു എംബൈൻ മെട്രിക്സ് ആയിട്ട് വരിക. ഒരു എംബൈൻ മെട്രിക്സ് ആയിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരണേന്നൊക്കെ കറക്റ്റ് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to m ഐ ജെ ബി ജെ വൈ എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഈ ഐ ജെകളൊക്കെ എവിടെ നിന്ന് വരുന്നതാ, ഐ ജെകളൊക്കെ എവിടെ നിന്ന് വരുന്നതാ, എന്ന് വരുന്നതാ. കാരണം നമ്മ ഈ ഐ ജെകൾ എവിടെ നിന്ന് എടുത്താണ്, എന്നാണ്. കാരണം ബീസ് ഫൈനലി ജനറേറ്റേഴ്സ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഐ ജെകള് ഇവിടുത്തെ സ്കെയിലേഴ്സ്. അങ്ങനെ ഐ ജെകള് ഇൻറ്റു ബി ജെ വൈ എ അല്ലേ, അതായത് ഈ ബി ജെ വൈ എ വെച്ച് ഏതിന് ജനറേറ്റ് ചെയ്തു, എന്നിന് ജനറേറ്റ് ചെയ്തു. അവിടുത്തെ സ്കെയിലേഴ്സ് എന്ന്. അതുകൊണ്ട് n is finally generated as a മൊഡ്യൂൾ. പക്ഷെ ഈ ഇവിടെ ബി ജെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, n ഇൻറ്റു എം എലമെന്റ്സ് ഉണ്ടാവും. കാരണം ജെയും ഐയും വാരി ചെയ്തുകൊണ്ട് നമുക്ക് മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, mn എലമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അവിടുത്തെ ജനറേറ്റേഴ്സ് ഏതൊക്കെയാ, b1 y1 b2 y2 b3 y3. അത് മാത്രല്ല b1 വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയും പറയാം, b1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ b1 y1 b1 y2 b1 y3 b1 എക്സെട്ര y n വരെ പോവും. ഇനി b1 വാരി അടുത്ത എങ്ങനെ വരാ, b2 y1 b2 y2 b2 y3 എക്സെട്ര b2 ym. അടുത്ത് ബിയുടെ മൊത്തം ഇങ്ങനെ മാറ്റി മാറ്റി വരുമ്പോ എങ്ങനെ വരാ, bm y1 bm y2 എക്സെട്ര bm yn. അതായത് mn എലമെന്റ്സ് അവിടെ ഉണ്ടാവും. നമ്മൾ ശരിക്കും ഒരു മെട്രിക്സ് ആയിട്ട് എഴുതുന്ന പോലെ തന്നെ. അടുത്ത എക്സ്റ്റൻഷൻ ഓഫ് സ്കെയിലേഴ്സ് എന്താണ്, എക്സ്റ്റൻഷൻ ഓഫ് സ്കെയിലേഴ്സിന് നമുക്ക് എന്ത് തന്നെ വേണം, ഒരു എ മൊഡ്യൂൾ ഹോമോമോർഫിസം വേണം. ഒരു റിംഗ് ഹോമോമോർഫിസം ഫ്രം എ ടു ബി ഉണ്ട്, എഫ് ഫ്രം എ ടു ബി ഉണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ബി ഹാസ് ആൻ എ മൊഡ്യൂൾ സ്ട്രക്ചർ ബൈ റെസ്ട്രിക്ഷൻ ഓഫ് സ്കെയിലേഴ്സ്. അതായത് ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു റിംഗ് ആണ്. നമ്മൾ എന്താ പറയണേ, ബി ഹാസ് ആൻ എ മൊഡ്യൂൾ സ്ട്രക്ചർ. അതായത് ബീനെ ഇനി എന്തായിട്ട് കാണുന്നു, ബി ഒരു റിംഗ് ആണ് ഓൾറെഡി, പക്ഷെ ബീനെ എന്തായിട്ട് കാണുന്നു, ഒരു എ മൊഡ്യൂൾ ആയിട്ട് കാണുന്നു. അതായത് ബീനെ എന്തായിട്ട് കാണുന്നു, ഒരു മൊഡ്യൂൾ ആയിട്ട് കാണുന്നു, എ മൊഡ്യൂൾ ആയിട്ട് കാണുന്നു. അതിനാണ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യണത്, എം ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. എം ബി ഈക്വൽ ടു ബി ടെൻസർ എ എം. ബി ടെൻസർ എ എം ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ടെൻസർ പ്രൊഡക്റ്റ് റിംഗ് രണ്ട് എ മൊഡ്യൂൾ ആണെന്നുള്ള രീതിക്ക് ചെയ്തതാണ്. എം ബി എന്ന് പറഞ്ഞാൽ എന്താ,
ബി ടെൻസർ എം, അതായത് ടെൻസർ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് എ മൊഡ്യൂൾ. അതാണ് അടിയിൽ എഴുതിയിരിക്കുന്നത്. ടെൻസർ ഏത് റിങ് വെച്ചിട്ടാണ്, വിത്ത് റെസ്പെക്ട് ഏത് റിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ എഴുതിയത്. അപ്പൊ എം ബി ഈക്വൽ ടു ബി ടെൻസർ എം, അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്. അതായത് എം ബി ആസ് എ ബി മൊഡ്യൂൾ സ്ട്രക്ചർ ഡിഫൈൻഡ് ബൈ, എങ്ങനെയാണ് ആ ബി മൊഡ്യൂൾ സ്ട്രക്ചർ വന്നത്? ഇവിടെ ബി ഹാസ് എൻ എ മൊഡ്യൂൾ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇതിന് ആ മൊഡ്യൂൾ ഏതാ, ബി ഹാസ് എൻ എ മൊഡ്യൂൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ആ മൊഡ്യൂൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യണത്? എം ബി ഈക്വൽ ടു ബി ടെൻസർ എഴുതിയില്ല കുഴപ്പമില്ല എം. അപ്പൊ അവിടെ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യണം? അവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിനോട്ട് ചെയ്യണം. എങ്ങനെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വരിക? എവിടുത്തെ എലമെന്റ് ആദ്യം വരണം? ബിയിലൊരു എലമെന്റും, ബി ഹാസ് എൻ എ മൊഡ്യൂൾ സ്ട്രക്ചർ അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ബിയിലെ ഒരു എലമെന്റും ഈ എംബിയിലെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ബി ടെൻസർ എം എക്സ് മോഡലിലിരിക്കും. അതിന് നമ്മ എംബിയിലെ എലമെന്റ് ബി ഡാഷ് എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടും ബി തന്നെ കൺഫ്യൂഷൻ ആവില്ലേ? എങ്ങനെ പറയാം? ബിന്റെ ബി ടെൻസർ എം എക്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യണം? ബി ഡാഷ് ബി ടെൻസർ എം ടെൻസർ എക്സ്. ഇത് ബിയിലെ എലമെന്റാ, ഇത് എമ്മിലെ എലമെന്റാ. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ടെൻസർ ചെയ്ത് ഇതിലെടുക്കും, എം ബിയിലെടുക്കും, ബി ടെൻസർ എമ്മിലെടുക്കും. അതാണ് എം ബി. അപ്പൊ എം ബി എന്ന് പറഞ്ഞാൽ എന്ത് മൊഡ്യൂളായിട്ട് മാറി? ഒരു ബി മൊഡ്യൂളായിട്ട് മാറി. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ബീനെ നമ്മൾ ഒരു എ മൊഡ്യൂളായിട്ട് കാണാം. ബീനെ എ മൊഡ്യൂളായിട്ട് കാണുന്നത് തന്നെയാണ് ഈ ഉദ്ദേശിച്ച് വെച്ചത്. ബി എസ് എൻ എ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മൊഡ്യൂളാണ് ഇത് ഈ എം ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് വെച്ചത്. ഈ എം ബി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എം ബി നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരും. ഇതിനാണ് എന്താ പറയാ? ഈ എം ബിനാണ് എന്താ പറയാ? എക്സ്റ്റൻഷൻ ഓഫ് സ്കെയിലേഴ്സ് അതിന് പറയാം. എം ബി എന്ന് ബി മൊഡ്യൂൾ ആണ്. ഇതിനാണ് എന്താ പറയാ? എക്സ്റ്റൻഷൻ ഓഫ് സ്കെയിലേഴ്സ് നമുക്ക് പറയാം. If M is finitely generated as an A module, generated as an A module, then MB is finitely generated as a B module. അത് നമുക്കറിയാം. അതായത് എം ഈസ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആസ് എൻ എ മൊഡ്യൂൾ ആണെങ്കിൽ എം ബി ഈസ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആസ് എ മൊഡ്യൂൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം എം ബി ഈസ് എ ബി മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചത്. അപ്പൊ ഇവിടുത്തെ കേസിൽ എങ്ങനെയായിരിക്കും പറയാ? അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെ വിചാരിച്ചു, എക്സ് നെക്സ്റ്റ് എക്സിട്ര ഈസ് ദ സെറ്റ് ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് എം ഓവർ എന്ന് പറഞ്ഞ് വിചാരിച്ചു. അതായത് എം ഈസ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആസ് എ മൊഡ്യൂൾ ആണല്ലോ. ഓക്കെ, എം ബി ഈസ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആസ് എ ബി മൊഡ്യൂൾ കാണിക്കണം. അപ്പൊ എം ബിയിലെ ഒരു എലമെന്റ് എങ്ങനെ എടുക്കുക? ബിയിലെ ഒരു എലമെന്റ് ടെൻസർ എം, ബിയിലെ ഒരു എലമെന്റ് ടെൻസർ എം. ആ മോഡലാണ് എന്ത് എടുക്കുക? ബി എം ബിയിലെ എലമെന്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? കാരണം എക്സ് എന്ന് പറയുന്നത് ഏതിലെ എലമെന്റാ? എമ്മിലെ എലമെന്റാ. പക്ഷെ എം എന്ന് പറയുന്നത് ഫൈനൈറ്റ്ലി ജനറേറ്റർ നമുക്ക് അറിയാം. അപ്പൊ എം എന്ന് പറയാം, എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു 1 to n a x എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ നമുക്ക് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ബി ടെൻസർ സിഗ്മ ഐ ഈക്വൽ ടു 1 to n a x. ഇനി ടെൻസറിന്റെ പ്രോപ്പർട്ടി വെച്ച് ആ സിഗ്മനെ ഇങ്ങോട്ട് എടുക്കാം, പുറത്തേക്ക് എടുക്കാം. സിഗ്മ ഈക്വൽ ടു 1 to n ബി ടെൻസർ എ x എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ സ്കെയിലേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം ടെൻസറിന്റെ ഉള്ളില്. കാരണം ടെൻസറിനെ നമ്മ ബൈലീനിയറാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബൈലീനിയർ ആയിട്ട് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടെൻസറിന്റെ അല്ലെങ്കിൽ ടെൻസറിന്റെ പ്രോപ്പർട്ടീസിലെ ആ ഭാഗത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ എനെ നമുക്ക് ഇങ്ങോട്ട് എഴുതിയാലും കുഴപ്പമില്ല. സിഗ്മ ഈക്വൽ ടു 1 to n ബി എ ഐ ടെൻസർ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതിന് നമുക്ക് ആ ബി എ എന്ന് പറയുന്നത് സ്കെയിലർ അല്ലേ? അതിന് നമുക്ക് പുറത്തേക്ക് എടുത്ത് എന്ത് കിട്ടും? ബി ഐനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ പിന്നെ 1 ഉള്ളൂ. അതായത് 1 ടെൻസർ എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഇതൊരു സ്കെയിലാറാണ്, ഇതാണ് നമ്മുടെ ടെൻസറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള്. അതായത് ഈ 1 ടെൻസർ എക്സ് ഐ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം? എം ബിനെ ജനറേറ്റ് ചെയ്യാന്നല്ല ഇതിന്റെ അർത്ഥം. കാരണം സ്കെയിലാർ ഇൻറ്റു എം ബിയിലെ എലമെന്റ്സ്. അതിനർത്ഥം എന്താ? 1 ടെൻസർ എക്സ് ഐ ഐ വാരീസ് ഫ്രം 1 to n ജനറേറ്റ്സ് എം ബി. അങ്ങനെ അടുത്ത എക്സാക്ട്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് ടെൻസർപ്ലറ്റ്. എക്സാക്ട്നെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എക്സാക്ട്നെസ് പറഞ്ഞായിരുന്നേ? അതായത് ഒരു സീക്വൻസ്, അതായത് 0 to m dash to m to m double dash to 0, അതിന് എക്സാക്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മ എഫും ജിയും ഡിനോട്ട് ചെയ്തതിന്റെ കേൺ എഫ് ഈക്വൽ ടു അതായത് ഇമേജ് പറയുന്നത് എം ഡാഷ് ടു എം ടു എം ഡബിൾ ഡാഷ് 0, ഇങ്ങനെയാണ് എഫും ജിയും.
ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, ഇമേജ് ജി ഈക്വൽ ടു കേണഫ് ആണെങ്കിൽ എന്ത് പറയും അതിനെ? ഇവിടെ 0 വേണ്ട, ഇനി എന്ത് പറയും? എക്സാക്ട് സീക്വൻസ് എന്ന് പറയും. ഇതാണ് നമ്മൾ എക്സാക്ട്നെസ് പഠിച്ചത്. അപ്പൊ ഇനി ഇവിടെ ടെൻസറിന്റെ ഭാഗത്ത് എക്സാക്ട്നെസ് വരുമ്പോൾ എന്നിട്ട് ഈ ടെൻസർ ഇതാണ് മൊഡ്യൂൾസ് വഴി മൊഡ്യൂൾസിന്റെ ഉള്ളിൽ എന്തുണ്ടാക്കും? നമ്മ എക്സാക്ട്നെസ് ഉണ്ടാക്കും. നമ്മ എ ഫ്ലാറ്റ് മൊഡ്യൂൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഇതില്. ഇത് ഫസ്റ്റത്തെ ഒരു ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. അതായത് ഹോം എം ടെൻസർ എൻ പി ഐസോമോർഫിക് ടു ഹോം എം ഹോം എൻ പി. അതിന്റെ അർത്ഥം എന്താ? ഹോം എം ടെൻസർ എൻ പി എന്ന് പറഞ്ഞാൽ എന്താ? എം ടെൻസർ എന്നിന്ന് പിയിലേക്കുള്ള എല്ലാ മൊഡ്യൂൾ ഹോമോഫിസിന്റെയും കളക്ഷൻ ആണ് ഇത് ഹോം എം ടെൻസർ എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹോം എം ഹോം എൻ പി എന്ന് പറഞ്ഞല്ല, ഹോം എൻ പി എന്ന് പറഞ്ഞാൽ എന്നിട്ടാ എന്നിന്ന് പിയിലേക്കുള്ള കുറെ ഹോമോഫിസത്തിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്, കുറെ എഫുകൾ ഉണ്ട് ഇതില്. ഇനി നമ്മ എം എന്ന് പറഞ്ഞ മൊഡ്യൂൾ എടുത്തു, ഇതൊരു മൊഡ്യൂളാന്ന് നമുക്കറിയാം, ഈ വട്ടം വരച്ചിട്ടുണ്ട്. അപ്പൊ എമ്മിന്ന് ഈ ഹോം എൻ പിയിലേക്ക് ഉള്ള കുറെ മൊഡ്യൂൾസ് ഹോമോഫിസത്ത് പിന്നെയും പറയാൻ പറ്റും, കാരണം എം മൊഡ്യൂളാണ് ഇത് മൊഡ്യൂളാണ്. അപ്പൊ ഇതിന് അങ്ങോട്ട് മൊഡ്യൂൾ ഹോമോഫിസൻസ് പറയാൻ പറ്റും. ആ മൊഡ്യൂൾ ഹോമോഫിസത്തിന്റെ കളക്ഷൻ ആണ് ഇത് ഹോം എം ഹോം എൻ പി എന്ന് പറഞ്ഞ. ഓക്കെ, അപ്പൊ ഇവ തമ്മിൽ ഒരു 1-1 റിലേഷൻ ഉണ്ട്. അതായത് ഇത് തമ്മിൽ ഐസോമോർഫിക് ആണ്, അതിന് നമ്മ 1-1 റിലേഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമ്മത് എങ്ങനെ കാണിക്കുക? നമ്മൾ സാധാരണ ഒരു വഴി കൂടെ അല്ല കാണിക്കണം. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ കാണിക്കുക? ഇത് രണ്ട് ഐസോമോർഫിക് ആണ്, ഒരു 1-1-2 ഫംഗ്ഷൻ ഉണ്ട്, 1-1 ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണിക്കുക. ഇവിടെ എന്താ കാണിക്കുക? അപ്പൊ ഒരു സെറ്റ് എസ് ഡിഫൈൻ ചെയ്യുക എങ്ങനെയാ? എൻ എം ക്രോസ് എൻ, അതായത് എം ക്രോസ് എന്നിന്ന് പിയിലേക്കുള്ള എല്ലാ ഹോമോഫിസത്തിനും കളക്ഷൻ എസ് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എസ് സിന്ന് ഇതിലേക്ക് ഒരു 1-1 ഫംഗ്ഷൻ ഉണ്ടെന്ന് കാണിക്കും, എസ് സിന്ന് ഇതിലേക്ക് ഒരു 1-1 ഫംഗ്ഷൻ ഉണ്ടെന്ന് കാണിക്കും. അപ്പൊ എസ് സിന്ന് ഈ രണ്ട് സൈഡിലേക്കും 1-1 ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇത് തമ്മിൽ എന്തായിരിക്കും? ഒരു 1-1 ഫംഗ്ഷൻ ഉണ്ടാവും, അതായത് ഐസോമോർഫിക് ആയിരിക്കും. അപ്പൊ നമുക്ക് അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ എസ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ? സെറ്റ് ഓഫ് ഓൾ എ ബൈ ലീനിയർ മാപ്പ് ഫ്രം എം ക്രോസ് എൻ ടു പി. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു എസ് എന്ന് പറഞ്ഞ സെറ്റ്. നമ്മൾ എന്ത് കാണിക്കും? എസ് സിന്ന് ഹോം എം ടെൻസർ എൻ പിയിലേക്കും എസ് സിന്ന് ഹോം എം ഹോം എൻ പിയിലേക്കും ഒരു 1-1 ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനാദ്യം ഹോം എൻ ടെൻസർ പി ആൻഡ് എസ് നമ്മൾ ആദ്യം എടുത്തു എസിലെ എലമെന്റ് എഫ് എടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹോം എം ടെൻസർ എൻ പിയിലെ ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിക് എലമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ബിലോങ്സ് ടു എസ് ഉണ്ട്. എഫ് എന്ന് പറയുന്നത് എന്താ? ഒരു എ ബൈ ലീനിയർ മാപ്പ് ഫ്രം എം ക്രോസ് എൻ ടു പി അല്ലേ? ആണ്. അപ്പൊ നമുക്ക് എം ടെൻസർ എന്നിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്, എം ടെൻസർ എന്നിന്റെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞത്, എം ടെൻസർ എന്ന് പറഞ്ഞാൽ ടി ടു പി, ആ പ്രോപ്പർട്ടിയിൽ ടി ടു, ആ ഡെഫിനിഷനിൽ ടി ടു പി എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. ആ ടീനാണ് നമ്മൾ എം ടെൻസർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് ബൈലീനിയർ മാപ്പ് ഫ്രം എം ക്രോസ് എൻ ടു പി കിട്ടിയാലും, അതുപോലെ ഏത് ഫോർ എവരി മൊഡ്യൂൾ പിക്കും ഫോർ എവരി മൊഡ്യൂൾ ഹോമോഫിസം എഫ് ഫ്രം എം ക്രോസ് എൻ ടു പിക്കും there exists a unique homomorphism f dash from t to p such that f equal to f composition f dash g f composition g. അങ്ങനെ നമ്മൾ പറഞ്ഞ് എടുത്ത f equal to f dash composition g എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു യൂണിക് ഹോമോഫിസം നമ്മുടെ എഫ് ഡാഷ് എന്ന് പറഞ്ഞ എഴുതിയാണെങ്കിൽ, അങ്ങനെ ഒരു എഫ് ഡാഷ് എന്തായാലും ഉണ്ടായേ പറ്റൂ, കാരണം ബൈ ദ ഡെഫിനിഷൻ ഓഫ് ടെൻസർ പ്രൊഡക്റ്റ്. Therefore f dash belongs to m tensor n comma p. കാരണം എന്താ? എം ടെൻസർ എന്നിന്ന് പിയിലേക്കുള്ള ഒരു ഹോമോഫിസ് ആണ് എഫ് ഡാഷ്, അതുകൊണ്ട് അത് എവിടെ എടുക്കും? ഹോം എം ടെൻസർ എൻ പിയിലേക്ക്. സോ കറസ്പോണ്ടിങ് ടു എഫ് there is a unique f dash belongs to home m tensor n p. അതുകൊണ്ട് നമ്മൾ ജി എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? എം ടെൻസർ എന്നിന്ന് പിയിലേക്കുള്ള ഒരു ഹോമോഫിസം ആയിട്ട് എടുത്തു. ജി എം ടെൻസർ എന്നിന്ന് പിയിലേക്കുള്ള ഒരു ഹോമോഫിസം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അതിന് നമ്മ അതുപോലെ തന്നെ ജി ഡാഷ് എങ്ങനെ ഡിഫൈൻ ചെയ്ത് തന്നെ? ജി ഡാഷ് ഫ്രം എം ക്രോസ് എന്നിന്ന് പിയിലേക്കുള്ള ഒരു ഹോമോഫിസ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി അപ്പൊ നമുക്ക് ജിയും ജി ഡാഷും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ, അത് എങ്ങനെ ഡിഫൈൻ ചെയ്തെന്ന് വേണ്ടി വേണ്ടേ?
ജി ഓഫ് എക്സ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ഡിഫൈൻ ചെയ്തു? ജി ഓഫ് എക്സ് ടെൻസർ വൈ ആയിട്ട് ഡിഫൈൻ ചെയ്തു. സം കൈൻഡ് ഓഫ് ഒരു കോമ്പോസിഷൻ പോലെയല്ലേ തീർക്കുന്നത്. അത് ജി ഡാഷ് ഓഫ് എക്സ് വൈ. അപ്പൊ ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടാ? ജി ഡാഷ് ഓഫ് എക്സ് വൈ, അത് എക്സ് വൈനാണ് അത് മാപ്പ് ചെയ്യണേ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എം ക്രോസ് എന്നിലത്തെ ഒരു എലമെന്റ്. എം ക്രോസ് എന്നിന്ന് എങ്ങോട്ട് പോണേ? ജി ഓഫ് എക്സ് ടെൻസർ വൈ. ജി എക്സ് ടെൻസർ വൈ, അതായത് എം ടെൻസർ എന്നിലെ ഒരു എലമെന്റ് ഇങ്ങോട്ട് മാപ്പ് ചെയ്യും, പിയിലേക്ക് മാപ്പ് ചെയ്യും. അത് ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടാ? എം ക്രോസ് എന്നിന്ന് പിയിലേക്കാണ്. അപ്പൊ അത്ര വരെ നമുക്ക് കിട്ടി. ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടാന്ന് കിട്ടി? എം ക്രോസ് എന്നിന്ന് പിയിലേക്കാന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് എന്തായിരിക്കും? ഒരു ബൈലീനിയർ മാപ്പ് ആയിരിക്കും. കാരണം ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞൊരു കോമ്പോസിഷൻ ആണെന്നാ പറഞ്ഞത്. ഏതിന്റെയൊക്കെ? ടെൻസറിന്റെയും ജി ഡി. അതുകൊണ്ട് ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബൈലീനിയർ മാപ്പ് ആയിരിക്കും. ബൈലീനിയർ മാപ്പ് അതുകൊണ്ട് എന്താ? ഹോമോമോർഫിസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് എം ക്രോസ് എൻ ടു പിയിലേക്കുള്ള ഒരു ഹോമോമോർഫിസ് ആണ്. അതായത് ബൈലീനിയർ മാപ്പ് ആണ്. അതുകൊണ്ട് ജി ഡാഷ് എവിടെ ഉണ്ടാവണം? എസ്സിൽ ഉണ്ടാവണം. കാരണം നമ്മൾ എസ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. എം ക്രോസ് എന്നിന്ന് പിയിലേക്കുള്ള ഹോമോമോർഫിസത്തിന്റെ കളക്ഷൻ, വൺ ബൈലീനിയർ മാപ്പിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞ എടുത്താണ്. അപ്പൊ നമുക്ക് ജി ഡാഷ് എവിടെ നിന്ന് കിട്ടി? എസ്സിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഓരോ ജിക്ക്, അതായത് ജി നമ്മൾ എവിടെ നിന്ന് ചൂസ് ചെയ്ത? ജി ബിലോങ്സ് ടു ഹോം എം ടെൻസർ പി. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് എടുത്തു? എസ്സിൽ ഒരു എലമെന്റ് എടുത്തിട്ട് ഒരു യൂണീക് ഹോം ഓഫീസ് ഓഫ് എം ടെൻസർ പി എന്നുണ്ടെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഒരു സൈഡ് കിട്ടി. ഇനി നമുക്ക് അതുപോലെ എം ടെൻസർ എൻ ടു പിന്ന് ഒരു ഹോം ഓഫീസും ജി എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ എലമെന്റ് ഉണ്ടെന്ന് കിട്ടി? എസ്സിൽ ഒരു എലമെന്റ് കിട്ടി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. അപ്പൊ പിന്നെ അതിനർത്ഥം എന്താ? അതൊരു ഹോം ഓഫീസാന്ന് കിട്ടി. അവ തമ്മിൽ ഹോം ഓഫിക്കാന്ന് കിട്ടി. അതായത് എസും ഹോം എം ടെൻസർ എൻ പിയും എന്താന്ന് കിട്ടി? ഹോം ഓഫീസ് ഐസോമോർഫിക്കാന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കൂടി കാണിക്കണം? എസും ഹോം എം ഹോം എൻ പിയിലേക്കും കൂടി എന്തുണ്ടെന്ന് കാണിക്കണം? ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് കാണിക്കണം. അതിന് നമ്മൾ ഇതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചും വൺ കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. നമുക്ക് ഇവിടം വരെ കിട്ടി. ഇനി നമുക്ക് അടുത്ത് വന്നിട്ട് എഫ് ബിലോങ്സ് ടു എസ്, അതായത് എഫ് ഫ്രം എം ക്രോസ് എൻ ടു പി ഈസ് എ ബൈലീനിയർ മാപ്പ്. അതായത് ചില ഡെഫിനിഷൻ എസ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന എമ്മിൽ ഒരു എലമെന്റ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഫൈ എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്താണ്? എന്നിന്ന് പിയിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് എക്സ് ഫൈ എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തു? ഫൈ എക്സ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് വൈ. അതിനർത്ഥം എന്താ? ഫൈ എക്സ്, അതായത് ഫൈ എക്സ് എങ്ങനെ വാരി ചെയ്യണേ? ആദ്യം എക്സ് ഫിക്സ് ചെയ്തു. ഇനി എന്താ മാറിക്കൊണ്ടിരിക്കുക? വൈകൾ മാറിക്കൊണ്ടിരിക്കും. ഫൈ എക്സ് എന്നിൽ ഓരോ എലമെന്റ് എടുക്കും, എങ്ങോട്ട് മാപ്പ് ചെയ്യും? എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ അതിന് എന്ത് ചെയ്യും? പിയിലേക്കാണ് മാപ്പ് ചെയ്യുക. അതുകൊണ്ട് ഈ ഫൈ എക്സ് എന്ന് പറയുന്നത് എന്താ? എന്നിന്ന് പിയിലേക്കുള്ള ഒരു എലമെന്റ് തന്നെയാണ്. അത് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഓരോ എക്സ് എടുക്കുമ്പോഴും ഓരോ ഫൈകൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് ഒരു 1 2 3 4 അങ്ങനെയാണെന്ന് ഇരിക്കുക. അപ്പൊ 5 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ ഈ 5x എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും എക്സ് മാറുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ മാറും. അതുപോലെ 5x എന്ന് പറയുന്നത് ഈ വൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു ഫംഗ്ഷന് ഒരു സെറ്റ് ഓഫ് ഇമേജസ് കിട്ടും, അടുത്ത ഫംഗ്ഷന് അടുത്ത സെറ്റ് ഓഫ് ഇമേജസ് കിട്ടും. അങ്ങനെ 5x എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്. ദെൻ 5x is a homomorphism since അതായത് 5x ഓഫ് y നമ്മൾ ഡിഫൈൻ ചെയ്ത് എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ തന്നെ അതെന്തായി? അത് ബൈലീനിയർ ആയി. ബൈലീനിയർ ആയതുകൊണ്ട് ഹോമോമോർഫിസ് ആയി. എന്നിന്ന് പിയിലേക്കുള്ളത്. അതിനർത്ഥം എന്താ? 5x ഹോം എൻ പിയിലെ ഒരു എലമെന്റ് ആണ്. പക്ഷെ നമുക്ക് എന്ത് കാണിക്കണം? എന്ത് ചൂസ് ചെയ്തിട്ടുണ്ട്? നമ്മ എഫ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹോം എൻ പിയിൽ ഒരു എലമെന്റ് ഉണ്ടെന്ന് കാണിക്കുന്നത്. 5x നമുക്ക് അവിടെ നിന്ന് കിട്ടി, ഹോം എൻ പിയിൽ ഉണ്ടെന്ന് കിട്ടി. ഇനി സൈ എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കാരണം നമുക്ക് എന്ത് വേണം? എമ്മിന്ന് അതായത് ഹോം എൻ പി, അതായത് എമ്മിന്ന് ഹോം എൻ പിയിലേക്ക് വേണം ഒരു ഹോം ഓഫീസും കിട്ടണം. അത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? ഫൈ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇവിടെ നമ്മൾ 2 പ്രാവശ്യം ഹോം വരുന്നോണ്ടാട്ടോ നമ്മൾ 2 ഫംഗ്ഷൻ ആയിട്ടൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാ നമ്മൾ സൈ ഓഫ് എക്സ്, അതായത് സൈ ആണ്. സൈ ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്ത്? സൈ ഓഫ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു? എമ്മിലൊരു എലമെന്റിനെ ഫൈ എക്സ് ആയിട്ട്. അപ്പൊ സൈ എന്താ ചെയ്യണേ? ഈ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? എമ്മിലെ ഓരോ എലമെന്റിനും ഹോം എൻ പിയിലെ ഒരു എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യണേ, അതായത് ഹോം ഓഫീസിലേക്ക് തന്നെ മാപ്പ് ചെയ്യണേ. അതിനർത്ഥം എന്താ? വെൽ ഡിഫൈൻഡ് ആണെന്ന് നമുക്കറിയാം. ഈ സൈ എന്ന് പറയുന്നത് ഒരു ഹോം ഓഫീസ് എന്നുള്ളതിന്റെ പ്രൂഫ് ആട്ടത്. അത് ജസ്റ്റ് വായിച്ചൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് എക്സാമിന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൈ ബിലോങ്സ് ടു ഹോം എൻ പി എന്ന് കിട്ടും. അങ്ങനെ ഫോർ എവരി എഫ് ബിലോങ്സ് ടു എക്സ് ദർ ഇസ് എ സൈ ഇൻ ഹോം എം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ സൈ എന്ന് പറയുന്നത്
എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനർത്ഥം ഒരു സൈഡിക്ക് ഉണ്ടെന്ന് കിട്ടി. അതായത് എസ്സിലെ ഒരു എഫ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൈ ഉണ്ടെന്ന് കിട്ടി. പിന്നെ നമുക്ക് എന്ത് എടുക്കണം, തിരിച്ച് കണ്ടുപിടിക്കണം. അതായത് സൈ എലമെന്റ് എടുത്തിട്ട് എസ്സിൽ ഇതിന് കറസ്പോണ്ട് ഡിഫൈൻ എഫ് ഫ്രം എം ക്രോസ് എൻ ടു പി. ഡിഫൈൻ എഫ് ഫ്രം എം ക്രോസ് എൻ ടു പി. കാരണം നമുക്ക് ഇങ്ങനെ ഒരു എഫ് ഡിഫൈൻ ചെയ്ത് ബൈലീനിയർ ആണെന്നൊക്കെ കാണിച്ചാലാണ് നമുക്ക് എഫ് എസ് ഓഫ് വൈ, സൈ ഓഫ് എക്സ് കോമ വൈ അല്ല, നമുക്ക് എന്താ കിട്ടണേ, സൈ ഓഫ് എക്സ് ഓഫ് വൈ. കാരണം എന്താ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കാരണം സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങടെ മാപ്പ് ചെയ്യണേ ഒരു ഹോമോമോർഫിസത്തേക്ക് മാപ്പ് ചെയ്യണേ. ആ ഹോമോമോർഫിസത്തിന്റെ വൈയില് ഉള്ള ഇമേജിനെയാണ് നമ്മൾ എന്ത് ഈ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സൈ ഓഫ് എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, സൈ എക്സ് ഓഫ് ഓക്കെ, നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. അത് നമ്മ തൊട്ട് മുന്നത്തെ പ്രൂഫിൽ കാരണമായിട്ട് പോയില്ല. സൈ ഓഫ് എക്സ് ഓഫ് വൈ, സിൻസ് സൈ ആൻഡ് സൈ ഓഫ് എക്സ് ആർ ഹോമോമോർഫിസം ലീനിയർ. ഈ എഫ് ഡിഫൈൻ ചെയ്യുന്നത് സൈ വെച്ചിട്ടല്ലേ. അതിനർത്ഥം എന്താ, ഈ എഫ് എന്താ ഒരു ഹോമോമോർഫിസം ആണ്. എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാ, എം ഇന്ന് ഹോം എൻ പിയിലേക്ക്. അതായത് എന്താ കാര്യം, അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടി, ഒരു എന്ന് പറയുന്നത് ഹോം എൻ പിയിൽ എടുത്തപ്പോ എഫ് നമ്മ എങ്ങനെ ഡിഫൈൻ ചെയ്തു, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് ഓഫ് വൈ. അപ്പൊ ഒരു എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ല സോറി ഒരു സൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, എസ്സിൽ ഒരു എഫ് ഉണ്ടെന്ന് കിട്ടി, അതായത് തിരിച്ചുണ്ടെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എസും ഹോം എൻ പിയും ഐസോമോർഫിക് എന്ന് കിട്ടി. അതിനർത്ഥം എസ് രണ്ട് സാധനങ്ങളായിട്ട് ഐസോമോർഫിക്ക. അപ്പൊ എസ് കോമൺ ആയിട്ട് എടുത്തിട്ട് അത് നമുക്ക് എന്ത് കിട്ടും, ഹോം എം ടെൻസർ എൻ പിയും ഹോം എൻ പി എന്താന്ന് കിട്ടി, ഐസോമോർഫിക് എന്ന് കിട്ടി. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല, നമ്മൾ പുതിയൊരു എസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ട് ഇതിന്റെ പ്രൂഫ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എക്സാമിന് അധികം ചോദിക്കാറുണ്ട്. ഇത് കുറച്ച് ലെങ്ത് ചെയ്താറുണ്ട്. എസ് ഐക്ക് ചിലപ്പോൾ ചോദിക്കാം, എസ് ഐക്ക് പാർട്ട് ആയിട്ടിട്ട് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ 10 മാർക്കിന്റെ ഒറ്റ ഇതായിട്ട് ചോദിക്കാം. നമ്മ എക്സാക്ട്നെസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം തുടങ്ങിയത്. എക്സാക്ട്നെസ് ആണ് ഇവിടെ വരുന്നത്. എങ്ങനെയാ, ഹോം സോറി ലെറ്റ് എം ഡാഷ് ടു എം ഡബിൾ ഡാഷ് ടു 0. നമ്മ ഇതുപോലെ തിയറം പഠിച്ച ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതുണ്ടെങ്കിൽ ഹോം എം ഡാഷ് എമ്മിന്ന് ഹോം എം ഡബിൾ ഡാഷ് നമ്മ അങ്ങനെ ഒരു തിയറം പഠിച്ചായിരുന്നു. 0 തൊട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ വന്നുകൊണ്ട് സൈഡിൽ വരുന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ്. ഇത് ഒരു എക്സാക്ട് സീക്വൻസ് ആണെങ്കിൽ നമ്മ എന്ത് ചെയ്തു, എൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എം മൊഡ്യൂൾ എടുത്തു. എന്നിട്ട് ഈ എം ഡാഷ് എം ഡബിൾ ഡാഷ് 0 ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു, എൻ വെച്ച് ടെൻസർ ചെയ്തു. അതായത് എം ഡാഷ് ടെൻസറൻ എം ഡബിൾ ഡാഷ് ടെൻസറൻ 0 ടെൻസർ എന്ത് വന്നാലും 0 തന്നെ. അവിടെ ഫംഗ്ഷനും വ്യത്യാസമുണ്ട്. ഇവിടെ എഫ് ആയിരുന്നപ്പോ ഇവിടെ എന്തായി, എഫ് ടെൻസർ 1 ആയി. കാരണം 1 വരുമ്പോൾ നമുക്ക് വേറെ ചേഞ്ചുകൾ അധികം വരില്ല. അതുകൊണ്ട് നമ്മൾ എഫ് ടെൻസർ 1 വെച്ച് നമുക്ക് കുറെ സ്ഥലത്ത് ഡിഫൈൻ ചെയ്യണ സമയത്തൊക്കെ നമ്മൾ ചെയ്യണതാണ്. എങ്ങനെ എന്ത് വെച്ച് ടെൻസർ ചെയ്യും, 1 വെച്ച് ടെൻസർ ചെയ്യും. അല്ലെങ്കിൽ കുറെ സ്ഥലത്ത് എഫ് ഓഫ് 1 ആയിട്ട് ഡിഫൈൻ ചെയ്യണ ഒരു ഫംഗ്ഷൻ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ തൊട്ട് മുന്നേ ഞാനൊരു തിയറി നോക്കാൻ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ്, അതിന്ന് ഡയറക്റ്റ് കിട്ടുന്ന പ്രൂഫാണ് ഇത്. ഒന്നും ചെയ്യണില്ല. ടെൻസറിന്റെ ഡെഫിനേഷൻ ഉപയോഗിക്കുക, ആ പ്രൂഫ് യൂസ് ചെയ്യുക, കറക്റ്റ് നമുക്ക് ഉള്ളത് കിട്ടും. അടുത്ത ഫ്ലാറ്റ് മൊഡ്യൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാറ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഏത് ടെൻസർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് സീക്വൻസ് തന്നെയാണ് കിട്ടണമെന്ന് വിചാരിക്കുക. അതായത് എം ഡാഷ് ടു എം ഡബിൾ ഡാഷ് ഒരു ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എൻ മൊഡ്യൂൾ എടുത്തു. ആ എൻ മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഏതിനെ ടെൻസർ ചെയ്തു, ഈ എമ്മിന് എം ഡാഷിന് എം ഡബിൾ ഡാഷിനൊക്കെ ടെൻസർ ചെയ്തു. അതായത് എം ഡാഷ് ടെൻസർ എം ടെൻസർ ഇത് എക്സാക്റ്റ് ആണെന്ന് എപ്പോഴും കിട്ടിയെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്നിന് എന്ത് പറയും, ഫ്ലാറ്റ് മൊഡ്യൂൾ എന്ന് പറയും. അപ്പൊ നിങ്ങൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഇത് എക്സാക്റ്റ് ആണെങ്കിൽ അടിയിലത്തെ എക്സാക്റ്റ് ആണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് 0 എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ 0 ഉണ്ടെങ്കിൽ മാത്രം സോറി ഈ 0 ഉണ്ടെങ്കിൽ മുകളിലത്തെ എക്സാക്റ്റ് ആണെങ്കിൽ അടിയിലത്തെ എക്സാക്റ്റ് ആണ്. പക്ഷെ ഇവിടെ 0 ഇല്ല.
അപ്പൊ ഇതുപോലത്തെ ഏത് ഷോർട്ട് സീക്വൻസ് എടുത്താലും അത് 3 കറക്റ്റ് 3 സീറോ പാടില്ല. 3 ഏത് ഷോർട്ട് സീക്വൻസ് എടുത്താലും അതിനെ n വെച്ചിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് തന്നെയാണ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, എന്നിനെ ഫ്ലാറ്റ് ആയ മൊഡ്യൂൾ എന്ന് പറയാം. അപ്പൊ ഇൻ പെർട്ടിക്കുലർ കേസ് നമ്മ ഇവിടെ അതായത് നമ്മ ചില മിക്ക സ്ഥലങ്ങളിലും അതായത് എക്സസൈസ് വായിച്ചു നോക്കുന്ന സമയത്ത് നോക്കിയോളൂ, നമ്മ എ മൊഡ്യൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് സെറ്റ് മൊഡ്യൂൾ എന്ന് പറയും. സെറ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഏനെ നമ്മൾ എന്തായിട്ട് എടുത്തു, സെഡ് ആയിട്ട് എടുത്തു. സെഡ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ കുറെ തിയറംസ് ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചാണ് അതായത് സീക്വൻസിന്റെ പ്രോപ്പർട്ടി, അതായത് എക്സാക്ട് അറിയാം എങ്ങനെയാ ജി എഫ് ഉണ്ടെങ്കിൽ ഇമേജ് ഈക്വൽ കേണൽ എഫ് ആണ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ആ ഒരു പ്രോപ്പർട്ടീസിലേക്കൊക്കെ നമ്മൾ എന്ത് കൊണ്ടുവരും, ടെൻസറിങ് കൊണ്ടുവരും. അതായത് ടെൻസർ ചെയ്യും. ഈ ഒരു ഭാഗം ഒന്ന് നോക്കിക്കോ. ഈ ഒരു ഇത് ചിലപ്പോ എക്സാമിന് ചോദിച്ച് കുറെ കണ്ടുണ്ട്. അതായത് എഫ് ഫ്രം എ ടു ബി ഇസ് എ റിംഗ് മൊഡ്യൂൾ ഹോമോയിസം, എം ഈസ് എ ഫ്ലാറ്റ് മൊഡ്യൂൾ. എം ഒരു ഫ്ലാറ്റ് മൊഡ്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ എം ബി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എക്സ്റ്റൻഷൻ ഓഫ് സ്കെയിലേഴ്സ് പഠിച്ചേ. അപ്പൊ എം ബി ഈക്വൽ ടു ബി ടെൻസർ എം ഈസ് എ ഫ്ലാറ്റ് ഏത് മൊഡ്യൂളാന്ന് കാണിക്കണം, ബി മൊഡ്യൂളാന്ന് കാണിക്കണം. അതായത് എം എ ഫ്ലാറ്റ് ആണെങ്കിൽ എം ബി എന്താന്ന് കാണിക്കണം, ബി ഫ്ലാറ്റ് ആണെന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് എം എ ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആയതായത് നമുക്ക് എന്തറിയാം, എൻ ഡാഷ് ടു എൻ ടു എൻ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഏത് എക്സസൈസ് എടുത്താലും അതിനെ ടെൻസർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും. സോറി, നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഈ ടിക്കറ്റ് വെച്ചത് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇതൊരു എക്സാക്ട് സീക്വൻസ് ആണെന്നറിയാം. ഇത് എക്സാക്ട് സീക്വൻസ് ഉണ്ട്, എം ഫ്ലാറ്റ് മൊഡ്യൂൾ ആണ്. അതുകൊണ്ട് എം വെച്ച് ടെൻസർ ചെയ്താൽ അതെന്ത് തന്നെയായിരിക്കും, എക്സാക്ട് സീക്വൻസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ എന്ത് ചെയ്ത് ഈ ഒരു സീക്വൻസ് എടുത്ത് എഴുതാണ്. അതായത് ഇങ്ങനെ എൻ ഡാഷ് ടെൻസർ, ഇവിടെ ബി എഴുതിയത് എന്താ കാരണം, ഈ എം ബി എന്ന് പറഞ്ഞാൽ എന്തിട്ടാ, ബി മൊഡ്യൂളാണ്. അതുകൊണ്ടാണ് നമ്മ ആ ടെൻസർ ബി ആക്കിയത്. അപ്പൊ ഇവിടെ എന്താ, എൻ ടെൻസർ ബി ഓഫ് എം ബി, എൻ ഡബിൾ ഡാഷ് ടെൻസർ ബി ഓഫ് എം ബി. ഇനി നമ്മ എന്ത് എഴുതി, എം ബിനെ ബി ടെൻസർ എം ആയിട്ട് എഴുതി. അതിന് എം ബി നമ്മുടെ എന്താ, മുകളിൽ നോക്കിയാൽ മതി. എം ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, എം ബി ബി ടെൻസർ എം ആയിട്ട്. അപ്പൊ എങ്ങനെയാ, എം എൻ ടെൻസർ ബി ടെൻസർ എം ടു എൻ ടെൻസർ ബി ടെൻസർ എം ടു എൻ ഡബിൾ ഡാഷ് ടെൻസർ ബി ടെൻസർ എം എന്ന് പറഞ്ഞ എഴുതി. ഇനി ടെൻസർ പ്രോഡക്റ്റിന്റെ അസോസിയേറ്റിവിറ്റി വെച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എൻ ഡാഷ് ടെൻസർ ബി ടെൻസർ എം എൻ ഡാഷ് ടെൻസർ ബി ടെൻസർ എം എൻ ഡാഷ് ടെൻസർ ബി ടെൻസർ എം എന്ന് പറഞ്ഞ എഴുതാം. ഇത് നമുക്ക് എന്ത് കിട്ടും, എൻ ഡാഷ് ടെൻസർ എം. കാരണം നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു, ഈ എൻ ഡാഷ് എന്നൊക്കെ പറഞ്ഞാൽ ബി മൊഡ്യൂൾസ് അല്ലേ, എൻ ഡാഷ് എന്നൊക്കെ പറഞ്ഞാൽ ബി മൊഡ്യൂൾസ് ആണ്. അപ്പൊ എൻ ഡാഷ് ടെൻസർ ബി എന്ന് പറഞ്ഞാൽ എന്താ, എൻ തന്നെയാന്ന് പറഞ്ഞ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ ടെൻസർ ബി. എൻ ഒരു ബി മൊഡ്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ ടെൻസർ ബി എന്ന് പറഞ്ഞാൽ എൻ ആന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്തത്. അതായത് എൻ ഡാഷ് ബി മൊഡ്യൂൾ ആയതുകൊണ്ട് എൻ ഡാഷ് ടെൻസർ ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും, എൻ ഡാഷ് തന്നെയാന്ന് കിട്ടും. നിങ്ങൾക്ക് എൻ ടെൻസർ എ ഈക്വൽ ടു എൻ അങ്ങനെയല്ലല്ലോ ഇത്, എൻ ടെൻസർ ബി ഈക്വൽ ടു എൻ ആണ് കിട്ടുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടി, എൻ ഡാഷ് ടെൻസർ എം എന്ന് കിട്ടി. ഇവിടെ എന്ത് കിട്ടി, എൻ ടെൻസർ എം എന്ന് കിട്ടി, എൻ ഡബിൾ ഡാഷ് ടെൻസർ എം എന്ന് കിട്ടി. അതായത് ഇതെന്താന്ന് കിട്ടി, അതായത് ഈ സീക്വൻസ് എന്താന്ന് കിട്ടി, എക്സാക്റ്റ് ആന്ന് കിട്ടി. കാരണം ഇതെന്താ എക്സാക്റ്റാ, കാരണം നമുക്ക് അറിയാം ഈ എം ഒരു ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആയതുകൊണ്ട് ഇത് എക്സാക്റ്റ് ആകുന്ന ഈ ടിക്കറ്റ് ഭാഗം മാറ്റാം. ഇപ്പൊ ടിക്കറ്റ് വെച്ചാണ് ഭാഗമില്ലേ, ഈ ടിക്കറ്റ് വെച്ചാണ് ഭാഗം എക്സാക്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇതിൽ തുടങ്ങി, ഇത് ഫ്ലാറ്റ് ബി ഫ്ലാറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി എവിടം വരെ എത്തി, ഇവിടെ എത്തി. പക്ഷെ ഇത് എക്സാക്റ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ തുടങ്ങി വെച്ചാണ് എന്ത് തന്നെയാ എക്സാക്റ്റ്. അതുകൊണ്ട് എം ബി ഇസ് എ ഫ്ലാറ്റ് ബി മൊഡ്യൂൾ പറഞ്ഞ് കിട്ടി. അടുത്ത ഓൾജിബ്രാസ് എന്താണ്, ഓൾജിബ്രാസ് എന്താന്ന് പറയാൻ നമുക്ക് എന്ത് വേണം, ഒരു റിംഗ് ഹോമോമോർഫിസം വേണം. ഇവിടെ നമ്മ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിഫൈൻ ചെയ്യണേ.
അതായത് എ എന്ന് പറയുന്നത് എയിലൊരു എലമെന്റ്, ബി എന്ന് പറയുന്നത് ബിയിലൊരു എലമെന്റ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് എ ഇൻറ്റു ബി എങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു ബി ആ. എഫ് ഓഫ് എ ഇൻറ്റു ബി. അപ്പൊ രണ്ട് എവിടുത്തെ എലമെന്റ് ആയിട്ട് നമുക്ക് കിട്ടി? ബിയിലെ എലമെന്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് സോറി, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി? ബീനെ നമുക്ക് എങ്ങനെ മാറ്റി? എ മൊഡ്യൂൾ എന്ന് പറഞ്ഞ് മാറ്റണ രീതിക്കല്ലേ ഇത് മാറ്റിയാണത്. നമ്മൾ മുന്നേ ബീനെ എ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചർ ആക്കിയിട്ട് എങ്ങനെ എം ബി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എക്സ്റ്റൻഷൻ, അത് നമ്മൾ എങ്ങനെ എടുത്തു? എം ബി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ, അതിലും ബീനെ എ മൊഡ്യൂൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തത്. പക്ഷെ ഇവിടത്തെ കേസിൽ ഡയറക്റ്റാ. അതായത് ബീനെ എ മൊഡ്യൂൾ ആയിട്ട് എങ്ങനെ കൺസിഡർ ചെയ്യുക? എയിലൊരു എലമെന്റും ബിയിലൊരു എലമെന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ ഉണ്ടാവണം? ബിയിൽ ഉണ്ടാവണം. പക്ഷെ ഒരു നിർബന്ധമില്ലല്ലോ അങ്ങനെ ഉണ്ടാവണമെന്ന്. അതുകൊണ്ട് നമ്മ ഈ എനെ നമ്മ എങ്ങനെ മാറ്റും? ഈ എനെ, അതായത് എ അതിലില്ല, ബി ബിയിലുണ്ട്, എ എന്ന് പറയുന്നത് ബിയിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് എ ഇൻറ്റു ബി ബിയിൽ ഉണ്ടാവണം. കാരണം നമുക്ക് ബി മൊഡ്യൂൾ ആവുന്ന അറിഞ്ഞൂടാ. അതുകൊണ്ട് എ ബി എന്ന് പറഞ്ഞത് ബിയിൽ ഉണ്ടാവുന്ന ഒരു നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചേഞ്ച് ചെയ്യാം? ഈ സ്മോൾ എനെ ബിയിലെ ഒരു എലമെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതിന് വരെ നമുക്ക് എന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എഫ് ഓഫ് എ ഇൻറ്റു ബി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് എയും ബിയിലുണ്ട്, ബിയും ബിയിലുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. ഇത് ബിയിലുണ്ടാവും. അതായത് നമുക്ക് എ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഇവിടുത്തെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബി ഈസ് ആൻ എ മൊഡ്യൂള്. കാരണം ബിനെ ഒരു എ മൊഡ്യൂൾ ആയിട്ട് ഡിഫൈൻ ചെയ്തു. അവിടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ബി ഈസ് ആൻ എ മൊഡ്യൂൾ എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ബിക്ക് നമുക്ക് ബി എന്ന് പറഞ്ഞ ഒരു എ മൊഡ്യൂളും ആണ്, ബി എന്ന് പറഞ്ഞ ഒരു റിംഗും ആണ്. അതായത് അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്തു? ബീനെ എങ്ങനെ, ബി എന്ന് പറഞ്ഞ ഒരു റിംഗും ആണ്, ഒരു മൊഡ്യൂളാണ്. അപ്പോ ബിക്ക് എന്ത് സ്ട്രക്ചർ ഒക്കെ ഉണ്ട്? ഒരു റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറും ഉണ്ട്, മൊഡ്യൂൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ രണ്ട് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ഒരു ഇതിനെ ഡിഫൈൻ ചെയ്തു, ഒരു റിംഗിനെ ഡിഫൈൻ ചെയ്തു. അതായത് ബി ഹാസ് എ റിംഗ് സ്ട്രക്ചർ ആസ് വെൽ ആസ് എ മൊഡ്യൂൾ സ്ട്രക്ചർ. ദെൻ ബിനെ നമ്മൾ എന്ത് വിളിക്കും? ആൻ എ ഓൾജിബ്ര എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ആൻ എ ഓൾജിബ്ര എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി നമുക്ക് എന്ത് പറയാം? ആൻ എ ഓൾജിബ്ര എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഓൾജിബ്ര ഹോമോമോർഫിസംസ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമല്ല. നമുക്ക് സം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഇത് അധികം പഠിക്കാൻ പറ്റില്ല. ഈ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റത്തിനേക്കാളും കൂടുതൽ അടിയിൽ തന്നെയാണ് ചോദിച്ചത്. ഞാൻ ഇതിൽ ഇമ്പോർട്ടന്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഭാഗങ്ങള് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈ നോട്ടിൽ ഫുൾ അങ്ങനെ തന്നെയാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യുന്ന ഫുള്ള് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത. ഇതിൽ ഫുൾ ഇനി പ്രോബ്ലംസ് ഉള്ളൂ. നമുക്ക് അടുത്ത PDF എടുക്കാം. ഇതിലെന്ന് പറയുന്നത് റിംഗ്സ് ആൻഡ് മൊഡ്യൂൾ ഓഫ് ഫ്രാക്ഷൻസ്. മൊഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷൻസ് ഇതില് നിങ്ങൾ കുറച്ചും കൂടി ഒരു മൊഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെഡ് ഇൻഡിജേഴ്സ് പഠിച്ചു പഠിക്കുന്നുണ്ട്. ഇൻഡിജേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? അത് ഈ സെഡ് ക്യൂ തമ്മിലുള്ള ഒരു സെഡും ക്യൂവും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ എങ്ങനെയാ പഠിക്കണേ? സെഡ് ആണ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു റിങ്. അതായത് സെഡ് എന്ന് പറയുന്ന റിങ്, അതിന്റെ ഫീൽഡ് ഓഫ് ഫ്രാക്ഷൻസ്, അതായത് സെഡിന്റെ ഫീൽഡ് ഓഫ് ഫ്രാക്ഷൻസ് ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണ്ടോ? അതായത് ക്യൂ എങ്ങനെയാ നമ്മൾ ഡിഫൈൻ ചെയ്യാം? ക്യൂവിൽ 1/2, 2/4, 3/6 ഒക്കെ സെയിം എലമെന്റ്സ് ആണല്ലേ? അപ്പൊ നമ്മ ഈ 3/6 ഇനി എന്നിട്ട് 4/8 ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാരും കൂടി ഒറ്റ കോസെറ്റ് ആക്കി. ഇതിനെ മൊത്തം എങ്ങനെ എഴുതി? 1/2. ഇതെല്ലാരും ഇതിനോട് ഈക്വല 1/2 ഈക്വല. അതുപോലെ 1/3 ഈക്വല ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് എഴുതി. അതായത് നമ്മ എന്ത് ചെയ്തു? M/N, M, N ബിലോങ്സ് ടു സെഡ് എടുത്തിട്ട്
കുറെ എലമെന്റ്സ് ഉണ്ടാക്കി. അതിൽ കുറെ എലമെന്റ്സിനെ കൂട്ടി 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 എന്താക്കി, ഒരു കോസെറ്റ് ആക്കി, അടുത്തതിന് വേറൊരു കോസെറ്റ് ആക്കി, ഇങ്ങനെ കോസെറ്റുകളാക്കി. അതുപോലെ ഒരു കോസെറ്റുകളാക്കി മാറ്റണതാണ് നമ്മൾ എന്ത് ചെയ്യണത്, സെഡിന്ന് ഇങ്ങോട്ട് എത്തണേ, ക്യൂയിലേക്ക് എത്തണേ, അതായത് സെഡിന്റെ ഫീൽഡ് ഓഫ് ഫ്രാക്ഷനിലേക്ക് എത്തണേ. ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ നമ്മൊരു മൊഡ്യൂളിനെ എന്താക്കണം, അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കി മാറ്റുന്നത്. ഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചാൽ സെയിം പ്രോപ്പർട്ടീസ് തന്നെ. അതായത് നമ്മൾ സാധാരണ രണ്ട് ഫ്രാക്ഷൻസ് ഇപ്പൊ 3/4 പ്ലസ് 9/5 വെക്കാന്ന് വിചാരിക്കുക. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം, 3x5 പ്ലസ് 4x9/4x5 ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാല്ലേ മൾട്ടിപ്ലിക്കേഷൻ, സോറി അഡീഷൻ. ഈ സെയിം സാധനം തന്നെ നമ്മൾ ഓൾജിബ്രായിക്കലി ഡിഫൈൻ ചെയ്യണമെന്നുള്ളൂ. അത് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിന് നോട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, എങ്കിലും അത്രയും ബുദ്ധിമുട്ടില്ല അത്. അപ്പൊ അതിന് ആദ്യം മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് സെറ്റ് എന്ന് പറയണം. അപ്പൊ എസ് എന്ന് പറയുന്നത് റിംഗ് ആഡ് ഒരു സബ്സെറ്റ് ആണ്. ഇതിനെ മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം, എസ്സിൽ ഉണ്ടാവണം. അത് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. കാരണം ഞാൻ പറഞ്ഞു റിംഗ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റിംഗ് വിത്ത് ഐഡന്റിറ്റി ആണ്. അതിൽ എന്തായാലും ഐഡന്റിറ്റി ഉണ്ടാവും. ഈ ഐഡന്റിറ്റി എലമെന്റ് എപ്പോഴും എതിലുണ്ടാവണം, എസ്സിലുണ്ടാവണം. അതുകൂടാണ്ട് എയും ബിയും എസ്സിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി എവിടെ ഉണ്ടാവണം, അതായത് എ ബി എന്ന് പറയുന്നത് എതിലുണ്ടാവണം, എസ്സിലുണ്ടാവണം. അപ്പൊ ഒരു സെറ്റ് എസ് സബ്സെറ്റ് ഓഫ് എനെ നമ്മ മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയും വേണം, ഫസ്റ്റ് തന്നെ 1 ബിലോങ്സ് ടു എസ് ആയിരിക്കണം. പിന്നെ എ ബിയും എസ്സിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി എവിടെ ഉണ്ടാവണം, എസ്സിലുണ്ടാവണം. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ് സെറ്റ് എന്താന്ന് മനസ്സിലായി. ഈ മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ് സെറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, മോഡ്യൂൾസ് ഓഫ് ഫ്രാക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ഡിഫൈൻ ചെയ്തത്. ഇതിൽ ആദ്യം മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് ആണോ എന്ന് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇത് എളുപ്പമാണ്. ഈ ഒരു ഭാഗം ഞാൻ പറയാം. അതായത് എ ഈസ് എ റിംഗ് ആൻഡ് പി ഈസ് എ ഐഡിയൽ ഓഫ് എ ദെൻ, കാരണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്, എസ് ഈക്വൽ ടു എ മൈനസ് പി. അതായത് പി എന്ന് പറയുന്ന ഒരു പ്രൈം ഐഡിയൽ എടുത്തു, എസിനെ എങ്ങനെ ചൂസ് ചെയ്തു, എയിലെ എലമെന്റ്സിൽ നിന്ന് എന്ത് കളഞ്ഞു, പിയിലെ എലമെന്റ്സ് കളഞ്ഞു. എയിലെ എലമെന്റ്സിൽ നിന്ന് എന്ത് കളഞ്ഞു, പിയിലെ എലമെന്റ്സ് കളഞ്ഞു. നമുക്കറിയാം പി എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഈക്വൽ ടു ഫുൾ സെറ്റ് ആണെന്ന് നമുക്കറിയാം. കാരണം എന്താ, പി പ്രൈം ഐഡിയലാണ്, അതൊരിക്കലും ഫുൾ സെറ്റ് ആവില്ല. അതുകൊണ്ട് പിയിൽ എന്തുണ്ടാവില്ല, 1 ഇതിലുണ്ടാവില്ല, പിയിൽ എന്തായാലും ഉണ്ടാവില്ല. കാരണം 1 ഉണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഫുൾ സെറ്റ് വന്നു തന്നെ. അപ്പൊ പിയിൽ എന്തായാലും 1 ഉണ്ടാവില്ല. അതുകൊണ്ട് എസ് എന്ന് പറയുന്നത് എന്താ, പിയിലെ എലമെന്റ്സ് ആണ് കളയണേ. 1 പിയിലില്ലാത്തതുകൊണ്ട് 1 എന്തായാലും ഏതിലെടുക്കും, എസ്സിൽ തന്നെ എടുക്കും. കാരണം എന്താ, പിയിലെ എലമെന്റ്സ് മൊത്തം കളഞ്ഞു, പിയിൽ 1 ഇല്ലാന്ന്. അതിന്റെ അർത്ഥം എന്താ, എസ്സിൽ 1 ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇതാണ് എ എന്ന് വിചാരിക്കുക, ഇതാണ് പി എന്ന് വിചാരിക്കുക, ഇതാണ് പി. 1 ഇതിലെടുക്കില്ല, പിയിലെടുക്കില്ല. 1 എവിടെ എടുക്കും, ഇവിടെ എടുക്കും. ഞാൻ വേറൊരു കളർ വെച്ച്, ഈ ഓറഞ്ചിക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ഏത്, എ മൈനസ് പി. അപ്പൊ എ മൈനസ് പിയുടെ ഉള്ളിൽ എന്തായാലും ഏത് എടുക്കും, 1 എടുക്കും. എ മൈനസ് പി എന്ന് പറഞ്ഞാൽ എസ്, അതിനുള്ളിൽ എന്തെടുക്കും, 1 എടുക്കും. അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി നമുക്ക് എന്ത് കൂടി വേണം, എയും ബിയും എസ്സിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി എന്തിലുണ്ടെന്ന് കാണിക്കണം, എസ്സിലുണ്ടെന്ന് കാണിക്കണം. അതായത് അതിന് നമുക്ക് എന്തുണ്ടെന്ന് കാണിക്കണം, എയും ബിയും എസ്സിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി എസ്സിലുണ്ടെന്ന് കാണിക്കണം. അപ്പൊ അതിന് എ ഡസ് നോട്ട് ബിലോങ്സ് ടു പി എടുക്കുക, ബി ഡസ് നോട്ട് ബിലോങ്സ് ടു പി എടുക്കുക. പി ഇല്ലാത്ത ആൾക്കാരൊക്കെ എവിടെ ഉണ്ടാവും, എ മൈനസ് പിയിൽ ഉണ്ടാവും, അത് എസ്സിലുണ്ടാവും. അപ്പൊ എ പി ഇല്ലാത്തതുകൊണ്ട് എ എന്ന് പറയുന്നത് എസ്സിലുണ്ട്, ബി പി ഇല്ലാത്തതുകൊണ്ട് ബി എന്ന് പറയുന്നത് എസ്സിലുണ്ട്. അപ്പൊ എ ബി എന്ന് പറയുന്നത് എവിടെ ഉണ്ട്, എസ്സിലുണ്ട്. അതിനർത്ഥം എന്താ, എ ബി എന്ന് പറയുന്നത് പിയിലില്ല. കാരണം എസ്സിലുള്ളതൊന്നും ഇതിലുണ്ടാവില്ല, പിയിലുണ്ടാവില്ല, പിയിലുള്ളതൊന്നും എസ്സിലുണ്ടാവില്ല. അപ്പൊ നമ്മ ഇതിൽ ആദ്യം പ്രൂവ് ചെയ്യാൻ പോണത്, ഞാൻ പറഞ്ഞത് കുറച്ച് തല തിരിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു തുടങ്ങിയ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിൽ എഴുതി വെച്ചെന്താ, ഈ കൺവേഴ്സ് പാർട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതായത് 1 എസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമുക്ക് എന്തുണ്ട് കാണിക്കണം, എ ബിലോങ്സ് ടു എസും ബി ബിലോങ്സ് ടു എസ് ഉണ്ടെങ്കിൽ എ ബി ബിലോങ്സ് ടു എസ് ആന്ന് കാണിക്കണം. അതിന് പകരം നമ്മൾ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് ഇംപ്ലൈസ് ഇതല്ലേ, ഇത് കോൺട്രാപോസിറ്റീവ് എന്താ, എ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എസ് ഇംപ്ലൈസ് എന്തായിരിക്കണം, എ ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്
ഇവിടെ ആൻഡ് ആയിരുന്നു, ഇവിടെ എന്താവും ഓറാവും. ഓർ പി ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്. അതായത് എ ബി എസിൽ ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എ എസിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ബി എസിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കാണിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്തെടുത്തു, എ ബി എന്ന് പറയുന്നത് എസിൽ ഇല്ല എന്ന് പറഞ്ഞ് കാണിച്ചു. ഇത് ഞാൻ രണ്ടാമത്തെ പാട്ടാണ് ആദ്യം പ്രൂവ് ചെയ്യണത്, കാരണം ഞാൻ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ പോയി. അപ്പൊ എ ബി എസിൽ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തു. എ ബി എസില്ലാത്തൊക്കെ എവിടെ ഉണ്ടാവും, പിയിലുണ്ടാവും. എ ബി എന്ന് പറയുന്നത് പിയിലുണ്ടാവും. അതിനർത്ഥം പി പ്രൈം ഐഡിയിലാണ്. അതിനർത്ഥം എന്താ, എ എന്ന് പറയുന്നത് പിയിലുണ്ടാവും, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് പിയിലുണ്ടാവും. അതിനർത്ഥം എന്താ, എ എന്ന് പറയുന്നത് പിയിലുണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവില്ല, എസിൽ ഉണ്ടാവില്ല. എ ഡസ് നോട്ട് ബിലോങ് ടു എസ് ഓർ ബി ഡസ് നോട്ട് ബിലോങ് ടു എസ്. അതിനർത്ഥം എന്താ, ഇതല്ല നമ്മൾ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തു. അതായത് എന്താ, പി പ്രൈം ആണെങ്കിൽ എ മൈനസ് പി, അതായത് എസ് ഈക്വൽ ടു എ മൈനസ് പി എന്താന്ന് കിട്ടി, മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. അർത്ഥം എന്താന്ന് കാണിക്കണം, അർത്ഥം എന്ത് കാണിക്കണം, എസ് അതായത് എ മൈനസ് പി എന്ന് പറയുന്ന ഒരു എ മൈനസ് പി എന്ന് പറഞ്ഞാൽ ഏതൊരു ഐഡിയയില് എ മൈനസ് പി മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് ആണെങ്കിൽ പി എന്താന്ന് കാണിക്കണം, പ്രൈം ആണെന്നും കാണിക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, എ മൈനസ് ഒരു സെറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് ആണോ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെറ്റ് എന്തായേ പറ്റൂ, ഒരു പ്രൈം ഐഡിയയിലായേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രം, സോറി, എ മൈനസ് ഒരു ഐഡിയയില് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്തായേ പറ്റൂ, പ്രൈം ഐഡിയയിലായേ പറ്റൂ. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക, കാരണം അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. എ മൈനസ് പി ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഈസ് പ്രൈം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തെ ഞാൻ ഈ കൺവേഴ്സ് പാർട്ടാണ് ആദ്യം ചെയ്തത്. അതിന് അർത്ഥം എന്താന്ന് കാണിക്കണം, എ മൈനസ് പി മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കാണിക്കണം, പി പ്രൈം കാണിക്കാം. പി പ്രൈം കാണിക്കാം, പി ഫസ്റ്റ് തന്നെ എന്താ കാണിക്കണം, നോട്ട് ഈക്വൽ ടു എന്താന്ന് കാണിക്കണം, 1 ആന്ന് കാണിക്കണം. അപ്പൊ നമുക്കറിയാം 1 എന്ന് പറയുന്നത് ഏതിൽ എപ്പോഴും ഉണ്ടാവും, എസ് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് ആയതാണ്ട് 1 എസിൽ ഉണ്ടാവും. അതിനർത്ഥം 1 എവിടെ ഉണ്ടാവില്ല, പിയിൽ ഉണ്ടാവില്ല. 1 പിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്തല്ല, ഫുൾ സെറ്റ് അല്ല. അപ്പൊ അവന് എന്ത് എടുക്കണം, പി പ്രൈം ആന്ന് കാണിക്കണം. പി പ്രൈം ആന്ന് കാണിക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, എ ബി ബിലോങ്സ് ടു പി ഇംപ്ലൈസ് എന്ത് കാണിക്കണം, എ ബിലോങ്സ് ടു പി ഓർ ബി ബിലോങ്സ് ടു പി എന്ന് കാണിക്കണം. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് പ്രൂവ് ചെയ്യും. എങ്ങനെ, എ ഡസ് നോട്ട് ബിലോങ്സ് ടു പി ആൻഡ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു പി ഇംപ്ലൈസ് എ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു പി എന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, എ ഡസ് നോട്ട് ബിലോങ്സ് ടു പി ആൻഡ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞാൽ എന്ത് ചൂസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം എയും ബിയും പിയിലില്ലെങ്കിൽ അത് രണ്ടും എവിടെ ഉണ്ടാവും, എസിലുണ്ടാവും. അതിന്റെ എ ബിലോങ്സ് ടു എസും ആൻഡ് എ ബി ബിലോങ്സ് ടു എസ്. എസ് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് അല്ലേ, അതിന്റെ എ ബി എവിടെ ഉണ്ടാവും, എസിലുണ്ടാവും. എ ബി എസിലുണ്ടെങ്കിൽ എ ബി എവിടെ ഉണ്ടാവാൻ പറ്റില്ല, പിയിൽ ഉണ്ടാവാൻ പറ്റില്ല. അതിനർത്ഥം നമുക്ക് ആ കോൺട്രാപോസിറ്റീവ് ട്രൂ ആന്നല്ലേ, കോൺട്രാപോസിറ്റീവ് ട്രൂ ആന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആ. അതുകൊണ്ട് പി എന്തായി, പ്രൈമറി. ഇതാ സെയിം പ്രോപ്പർട്ടി തന്നെ ഉണ്ട് യൂസ് ചെയ്യണേ, അതായത് എ മൈനസ് യൂണിയൻ പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ, അതിൽ എ മൈനസ് ഒരു ഐഡിയൽ എന്ന് തന്നെ പറയണം. എ മൈനസ് ഒരു ഐഡിയൽ മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ ഐഡിയൽ എന്താണ്, പ്രൈം ഐഡിയലാണ്. എ മൈനസ് ഒരു സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റ് പ്രൈം ഐഡിയലാണെന്നൊന്നും വിചാരിക്കരുത്. അതാണ് അടുത്ത ഭാഗത്ത് വരുന്നത്. അന്ന് നമ്മ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും യൂണിയൻ ഓഫ് പ്രൈം ഐഡിയലായേ പറ്റൂന്നൊക്കെ വിചാരിക്കും. സെയിം മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് ആണെന്ന് നോക്കി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് ഒന്നുമില്ല, കാരണം ഈ സീറോ ഡിവൈസസിന് കൂടി പറയാം. അതായത് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ ഡിവൈസസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഉള്ളതുണ്ട്. ഇത് പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് 2-3 കേസായിട്ട് തിരിച്ചിട്ട് ഓരോ കേസ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ മതി. അത് ഈ അതായത് എലമെന്റ്സ് A-0, A-1, A-2 ഇങ്ങനെ പോണ ഒരു സെറ്റ് ആയിരിക്കുക. അതായത് A², A³ ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും, എയിൽ തന്നെ ഉണ്ടാവും, കാരണം എ റിംഗ് ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, A0 ആണ് ആദ്യം. A0 എന്ന് പറഞ്ഞാൽ 1 അടുത്ത A². ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ക്ലോസ്ഡ് അല്ല എന്തായാലും, കാരണം എന്താ, 1 എന്ന് പറയുന്നത് എന്തായാലും ഉണ്ട്. ഇനി ഒരു A⁻n എടുത്തു കഴിഞ്ഞാൽ എന്താ, A⁻n+m അത് എവിടെ തന്നെ ഉണ്ടാവും, ഈ സെറ്റിൽ തന്നെ ഉണ്ടാവില്ലേ. കാരണം ഏതെങ്കിലും ഒരു പവർ ഈ n+m എന്ന് പറഞ്ഞ ഇന്റീജർ അല്ല, നാച്ചുറൽ നമ്പർ ആയിക്കോളും. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ പ്രൈം ഐഡിയലിന്റെ ആ കേസ്, അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത കൺസ്ട്രക്ഷൻ ഓഫ് റിംഗ്സ് ഓഫ് ഫ്രാക്ഷൻ. അതായത് ഞാൻ പറഞ്ഞു ഇതിന്റെ മെയിൻ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എസ് ഇൻവേഴ്സ് ഇതിനാണ് നമ്മൾ റിംഗ്സ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെങ്ങനെയെങ്കിലും ഡിഫൈൻ ചെയ്തെടുക്കണം. ഇതിന്റെ ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള ഭാഗം. അത് നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണ്ട.
മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതായത് എക്സിൻവേഴ്സയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഭാഗം. അതായത് നമ്മ നേരത്തെ ടെൻസർ പ്രൊഡക്റ്റിന്റെ യൂണീക്നെസ്സും എക്സിസ്റ്റൻസും പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഇവിടെ നമ്മ എ ക്രോസ് എസ് എന്ന് പറഞ്ഞ സെറ്റ്, അതായത് എസ് എന്തായിരിക്കണം, മൾട്ടിപ്ലൈറ്റ് ക്ലോസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എസിലെ എലമെന്റ്സ് എങ്ങനെയാ, എ എസ് വേർ എ ബിലോങ്സ് ടു എസ് ബിലോങ്സ് എസ്, അത് നമുക്കറിയാം. ഈ സെറ്റിൽ നമ്മ ഒരു ഇക്വാലൻസ് റിലേഷൻ, സത്യം പറഞ്ഞത് ഇക്വാലൻസ് നമ്മൾ കാണിക്കണം. ഒരു റിലേഷൻ, ഇതാണ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. എങ്ങനെയാ, ഇവിടുത്തെ ഒരു എലമെന്റ് എ എസും ബി ടിയും, ഇത് എപ്പോഴായിരിക്കും റിലേറ്റഡ് ആവുക, എ ടി, അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റും, എ ടി മൈനസ് ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റും ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും മൈനസ് ബി എസ് ഇൻറ്റു യു ഈക്വൽ ടു 0 ഫോർ സം യു ബിലോങ്സ് എസ്. നമ്മൾ വിചാരിക്കും എ ടി മൈനസ് ബി എസ് മാത്രം എഴുതിയാൽ പോരെന്ന്. അത് ഒരു സ്ഥലത്ത് വെച്ച് നമുക്കൊരു പ്രശ്നം വരും. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഡിഫൈൻ ചെയ്താലും മതി, പക്ഷെ ഇതിന്റെ പ്രൂഫിന്റെ സമയത്ത് യു ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, എ ടി മൈനസ് ബി എസ് ഇൻറ്റു യു ഈക്വൽ ടു 0 ഫോർ സം യു ബിലോങ്സ് എസ്. അപ്പൊ നമുക്ക് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്ത് ഈ റിലേഷൻ എന്താന്ന് കാണിക്കണം, ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് കാണിക്കണം. അത് നമുക്ക് നാളെ കാണിക്കാം. ഈ മൊഡ്യൂൾ എത്രയും വലിപ്പല്ലേ, നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 2 റെക്കോർഡ് ക്ലാസ് കൂടി കഴിഞ്ഞ് തീരും. എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തേർഡ് മൊഡ്യൂളിൽ എന്തായാലും എക്സാമിൽ ചോദിക്കാറുള്ള ഒരു 2-3 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും നിങ്ങൾ ഈ പറഞ്ഞ് തീരുന്നതൊക്കെ പഠിച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ എല്ലാം കൂടി പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ശരി.